ഫാദർ ഇൻ അവർ മിനിസ്ട്രീസ് ക്രിസ്ത്യൻ മീഡിയ സെൻറ്റർ സ്വർഗസുധ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. ധ്യാനവചസ്, ദൈവസംഗീതം, സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്, കുട്ടികളും ഞാനും, ദൈവസന്നിധി തുടങ്ങിയ 5ഓളം സെഗ്മെൻറ്റുകൾ കോർത്തിണക്കിയ പ്രോഗ്രാമാണ് സ്വർഗസുധ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾക്കേവർക്കും അനുഗ്രഹപൂർണ്ണമായെന്ന് കരുതുന്നു. അധികം മുഖവുരവൊന്നും കൂടാതെ തന്നെ നമുക്ക് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. ആദ്യ സെഗ്മെന്റ് ധ്യാനവചസ്. എല്ലാവരും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ ആയിരിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ വചനധ്യാനത്തിനുള്ള ഭാഗം വിശുദ്ധ മർക്കോസിന് സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ താഴേക്കുള്ള ഭാഗങ്ങളാണ്. നമ്മൾ ചുറ്റുപാടും കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയുന്ന, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ സമ്പത്തിൻ്റെ കാലഘട്ടത്തിൽ എന്നിൽ നന്മ അനുഭവിച്ചവർ, എൻ്റെ നന്മയുടെ കാലഘട്ടത്തിൽ എന്നോട് ചേർന്ന് നിന്നവരൊക്കെ എൻ്റെ സങ്കടങ്ങളുടെ കാലഘട്ടത്തിൽ എന്നെ വിട്ടുപോയി. എന്നിൽ നിന്ന് സാമ്പത്തികമായ നന്മകളൊക്കെ അനുഭവിച്ചവർ എൻ്റെ സങ്കടത്തിൻ്റെ കാലഘട്ടത്തിൽ, എൻ്റെ ഇല്ലായ്മയുടെ കാലഘട്ടത്തിൽ എൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ എന്നെ താങ്ങാൻ കഴിയാതെ മാറി നിന്നു, അല്ലെങ്കിൽ മാറി നിൽക്കുന്നു എന്നൊക്കെ പറയും നമ്മൾ കാണാൻ സാധിക്കും. ഒരുപക്ഷെ നാം തന്നെ കടന്നുപോയ സാഹചര്യങ്ങളായിരിക്കാം, നമ്മുടെ ചുറ്റുപാടിൽ ബന്ധുക്കൾ കടന്നുപോയ സാഹചര്യങ്ങളായിരിക്കാം. എന്നാൽ സങ്കടങ്ങളിലും ചേർന്ന് നിൽക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയും. പക്ഷേ ഭൂരിപക്ഷവും മനുഷ്യൻ്റെ സന്തോഷങ്ങളിൽ കൂടെ നിൽക്കുകയും സങ്കടങ്ങളിൽ, ആവശ്യങ്ങളിൽ അകന്നു പോകുകയും ചെയ്യുന്നവരാണ്. അവിടെയാണ് ഇന്നത്തെ ധ്യാനഭാഗം കുറേ കൂടെ പ്രസക്തമാകുന്നത്. ഇന്നത്തെ ധ്യാനഭാഗത്തിൽ 2 സംഭവങ്ങൾ കാണുന്നു. ഒന്ന്, സുരഫിനയ്ക്കുള്ള ഒരു സ്ത്രീ തൻ്റെ മകൾക്ക് ഭൂതോപദ്രവം നേരിട്ടു, അത് സൗഖ്യപ്പെടുത്താൻ കർത്താവിനോട് വന്ന് അപേക്ഷിക്കുന്നു. 2, വിക്കനായ ഒരു ചെകിടനെ കർത്താവ് തൊട്ടു സൗഖ്യമാക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ നന്മയിൽ ചേർന്ന് നിൽക്കുകയും സങ്കടങ്ങളിൽ അകന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അവനോട് കൂട്ടുനിൽക്കുന്നവനാണ്. ദൈവം മനുഷ്യൻ്റെ മുഴു ജീവിതത്തിലും ഇടപെടുന്നവനാണ്. എല്ലാ സാഹചര്യങ്ങളിലും മനുഷ്യനോട് ദൈവം ഇടപെടുന്ന 2 വിധം. ഒന്ന്, അവൻ്റെ ആത്മീകമായ ജീവിതത്തിൽ ദൈവം പൂർണ്ണമായും ഇടപെടുന്നു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യൻ പാപത്തിൽ വീഴുന്നു. പാപത്തിൽ വീണ മനുഷ്യന് അവനെ ആത്മീകമായി വീണ്ടും രക്ഷിക്കും, ചേർത്ത് പിടിക്കുമെന്ന് ദൈവം അവിടെ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും ശത്രുതമുണ്ടാക്കും, അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന ഭാഗമുണ്ട്. അതിൻ്റെ പൂർത്തീകരണമാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നൽകിയത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ ഇങ്ങനെ പ്രഘോഷിക്കപ്പെടുകയുണ്ടായി, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്നാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ആദ്യമായി ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ ശിമയോൻ യേശുപൈതലിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ വിട്ടയക്കുന്നു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വമായി നീ സകല ജാതികളുടെ മുൻപിലിരിക്കുന്ന നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന്. സകല ജാതികൾക്കുമുള്ള സദ്വാർത്തയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ്, മനുഷ്യൻ്റെ ആത്മീകമായ ജീവിതത്തിൻ്റെ വീണ്ടെടുപ്പ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോൾ ജനം. മുമ്പേ നിങ്ങൾ മക്കളല്ലാത്തവർ, ഇപ്പോൾ മക്കൾ. മുമ്പേ നിങ്ങൾ ശത്രുക്കളായിരുന്നു, ഇപ്പോൾ സ്നേഹിതരായിരിക്കുന്നു. മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു, ഇപ്പോൾ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. അപ്പോൾ പാപം ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്ന് ജീവിച്ച നിങ്ങളെ ഇപ്പോൾ സ്വന്തം ജനമാക്കി, സ്വന്തക്കാരാക്കി കർത്താവ് ഇങ്ങനെ ചേർത്ത് നിർത്തുന്നു. മനുഷ്യൻ്റെ ആത്മീകമായ ജീവിതത്തിൽ പൂർണ്ണമായും ഇടപെടുന്നവനാണ് ദൈവം. രണ്ടാമത് നമ്മൾ വായിക്കുന്നത്, ദൈവം മനുഷ്യൻ്റെ ഭൗതികമായ ജീവിത സാഹചര്യങ്ങളിൽ ഇടപെടുന്നവനാണ്. ഏത് സങ്കടങ്ങളിലും ഏത് പ്രയാസങ്ങളിലും കൂടെയുണ്ട് എന്നതാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെയുണ്ട് എന്നതും കൂടെയാണ് അർത്ഥമാക്കുന്നത്. എല്ലാ നാളും നിറമേ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. അത് സന്തോഷത്തിലാകട്ടെ, സങ്കടങ്ങളിലാകട്ടെ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലാകട്ടെ, ആരൊക്കെ വിട്ടുപോയാലും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. മനോഹരമായ പ്രവചന ഭാഗം ഇങ്ങനെയുണ്ട്, പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? സാധ്യതയില്ല. ഇനി അങ്ങനെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല എന്നതാണ് കർത്താവിൻ്റെ വാക്ക്. ഇവിടെ ഈ സുരഫിനിക്ക സ്ത്രീയുടെ മകനും ഈ ചെകിടനും ഊമനുമായ മനുഷ്യനെയും സൗഖ്യമാക്കുമ്പോഴും ഇങ്ങനെ കർത്താവിന് അവരുടെ ജീവിതങ്ങളുടെ സങ്കടങ്ങളെ കണ്ടറിയുന്നു എന്നുള്ളതാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ ഉടനീളം പരിശോധിക്കും മനുഷ്യൻ്റെ ജീവിത ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 35-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ശക്തിപ്പെടുത്തുവിൻ, അതിനുവേണ്ടി ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്നാണ്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഇങ്ങനെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. മനുഷ്യൻ്റെ ദൈനംദിന ജീവിത ആവശ്യങ്ങളുമായിട്ട് ഇടപെടുന്നതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ഉദാഹരണം നോക്കുക, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സംഭവം.
മനുഷ്യൻ്റെ ദൈനംദിന ജീവിത ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കാനായിലെ കല്യാണമാകട്ടെ, മറ്റ് രോഗസൗഖ്യങ്ങളാകട്ടെ, എന്ത് തന്നെയും മനുഷ്യൻ്റെ സങ്കടങ്ങളോടുള്ള പ്രശ്നങ്ങളോടുള്ള ദൈവത്തിൻ്റെ താതാത്മ്യം പ്രാപിക്കലാണ് എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ സന്തോഷങ്ങളിൽ കൂടെ ഇരിക്കുകയും സങ്കടങ്ങളിൽ അകന്നു പോകുകയും ചെയ്യുമ്പോൾ ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഒരുപോലെ ഇടപെടുന്നു. ഒന്ന്, ആത്മീകമായ ജീവിതത്തിൽ സ്വയമായി മനുഷ്യന് നേടിയെടുക്കാൻ കഴിയാത്ത രക്ഷ ക്രിസ്തു മുഖാന്തരം നൽകി അവനെ സ്നേഹിക്കുന്നു, അവനെ വീണ്ടെടുക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഭൗതികമായ ജീവിത സാഹചര്യങ്ങളിൽ ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തവനായി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ കരുതലിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് 146 സങ്കീർത്തനം നമ്മൾ പഠിക്കുന്നത്, മനുഷ്യനിലല്ല നിങ്ങളുടെ ആശ്രയം വയ്ക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. ഒരുപക്ഷെ ബൈബിളിലെ മധ്യവാക്യം തന്നെ അതാണ് അല്ലേ? 118 സങ്കീർത്തനം അതിൻ്റെ 8 വാക്യം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. കാരണം മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ അകന്നു പോകുന്നവനാണ്, ദൈവം നിങ്ങളുടെ സങ്കടങ്ങളിൽ കൂട്ടുനിൽക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ആത്മീകവും ഭൗതികമായ വിഷയങ്ങളിൽ ഇങ്ങനെ ഇടപെട്ട് നമ്മളെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ദൈവത്തിലുള്ള വിശ്വാസത്തിൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ദിനംതോറും ബലപ്പെട്ട് ജീവിക്കാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിങ്ങളെ വഴി നടത്തി കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. വളരെ ചിന്തനീയവും പ്രത്യാശയേറിയതുമായ ഒരു മെസ്സേജായിരുന്നു നാം എല്ലാവരും ഇപ്പോൾ ശ്രവിച്ചത്. അടുത്ത സെഗ്മെൻറ്റിലോട്ട് പോകാം. അടുത്ത സെഗ്മെൻറ്റ് ദേവസംഗീതം. ദേവസംഗീതത്തിലൂടെ ഒരു ഹൃദയസ്പർശിയായ ഗാനം നമുക്ക് കേൾക്കാം.
കരുതലിൻ കാരങ്ങളിൽ താങ്ങിടുന്നു. എന്റെ യേശുവേ, നീ മാത്രമെന്നും ആശ്വാസദായകനും എന്റെ യാത്രയതിൽ എന്റെ യേശുവേ, നീ മാത്രമെന്നും ആശ്വാസദായകനും എന്റെ യാത്രയതിൽ കരയുമ്പോഴെല്ലാം കണ്ണീർ തുടയ്ക്കുന്ന കരുണാമയ എന്റെ യേശുനാഥൻ. അടുത്ത സെഗ്മെൻറ്റ് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒന്നാണ്. സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും അപ്ലൈ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് സാർ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക്, ജീവിത വിജയത്തിന് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ചില കാര്യങ്ങളെ ത്യജിക്കേണ്ടി വരും എന്നാണ്. പെയിൻ ഇല്ലാതെ ഗെയിൻ ഇല്ല എന്ന വാക്യം ചൊല്ല് നമുക്ക് നല്ലതുപോലെ അറിയാം. ജീവിതത്തിൽ ചില നേട്ടങ്ങൾ കൊയ്യണമെങ്കിൽ, ജീവിതത്തിൽ ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വായത്തമാക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങളെ പാടെ ഉപേക്ഷിക്കേണ്ടി വരും, ത്യജിക്കേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് മാറ്റേണ്ടി വരും. ഒന്നാമത് നിങ്ങൾ മാറ്റേണ്ടുന്ന കാര്യം ഉറക്കമാണ്. നമ്മൾ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ മനുഷ്യരും ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. ചൂടുള്ള കിടക്ക എന്ന പ്രയോഗം തന്നെയുണ്ട്. ഉറങ്ങാൻ നല്ല സുഖകരമായ രീതിയിൽ ഉറങ്ങാൻ എല്ലാവരും ആഗ്രഹിക്കും. പക്ഷേ ജീവിത വിജയം വേണമെങ്കിൽ ഒന്നാമത് നിങ്ങൾ ത്യജിക്കേണ്ടത് നിങ്ങളുടെ ഉറക്കമാണ്. മുഷിഞ്ഞിരുന്നും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുവാൻ, നിങ്ങളുടെ ജോലി ചെയ്യുവാൻ, നിങ്ങളായിരിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രമേ നിങ്ങൾക്ക് വിജയമുണ്ടാകൂ. രണ്ടാമത് അതിനോട് ബന്ധപ്പെട്ടതാണ് രാവിലെ എഴുന്നേൽക്കേണ്ടി വരും. ചില ആൾക്കാർ മുഷിഞ്ഞ് രാത്രിയൊക്കെ ഇരുന്ന് ജോലി ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ രാവിലെ എഴുന്നേൽക്കുന്നത് ഒരുപാട് പേർക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെയും നിങ്ങളുടെ ഉറക്കത്തെ നിങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. രാവിലെ മെനക്കെട്ട് എഴുന്നേറ്റ് നിങ്ങളുടെ അധ്വാനം നിങ്ങൾ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. ത്യജിക്കാനായിട്ട് തയ്യാറാകണം. രാവിലത്തെ ഉറക്കത്തെ ത്യജിക്കുവാനായിട്ട് തയ്യാറാകണം. അടുത്ത കാര്യമെന്ന് പറയുന്നത് എത്ര റിസ്ക് എടുത്തും പണം നിക്ഷേപിക്കുവാൻ തയ്യാറാക്കണം. പണം നിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ ബാങ്കിൽ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിക്ഷേപിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയും നിങ്ങൾ നിക്ഷേപിക്കണം. നമ്മുടെ ജീവിതത്തിന് വളർച്ചയ്ക്ക് വേണ്ടി ആദ്യം നിക്ഷേപിക്കേണ്ടുന്നത് നമ്മളിൽ തന്നെയാണ്. നമ്മളിൽ നിക്ഷേപിക്കാതെ മറ്റുള്ള കാര്യങ്ങൾ നിക്ഷേപിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ റിസ്ക് എടുത്ത് നിക്ഷേപിക്കേണ്ടി വരും. കാരണം ഇതിന് എത്രത്തോളം ഫലം കിട്ടും എന്ന് പൂർണ്ണമായി നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് ത്യജിക്കുവാനായിട്ട്, ലാഭമുണ്ടാകുമെന്ന് കരുതി തന്നെ, ജീവിതത്തിൽ വളർച്ചയുണ്ടാകുമെന്ന് കരുതി തന്നെ നമ്മിലേക്ക് നിക്ഷേപിക്കുവാൻ, ത്യജിക്കുവാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. അടുത്ത പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചില സ്വഭാവങ്ങൾ മാറ്റുവാൻ നമ്മൾ തയ്യാറാകണം. ചില സ്വഭാവങ്ങൾ ത്യജിക്കുവാൻ തയ്യാറാകണം. സ്വഭാവങ്ങളെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും മദ്യപാനം, അതുപോലെ പുകവലി. അത് തീർച്ചയായിട്ടും ത്യജിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ജീവിത വിജയത്തിന് അത് മാത്രം പോരാ. നീട്ടിവെക്കുന്ന സ്വഭാവം, അല്ലെങ്കിൽ സമയം പാഴാക്കുന്ന സ്വഭാവം, അങ്ങനെ ഒരുപാട് ദുസ്വഭാവങ്ങൾ, അങ്ങനെയുള്ള നീട്ടിവെക്ക് നിങ്ങളുടെ ജീവിതത്തിന് വിഘാതമായി നിൽക്കുന്ന ഒരുപാട് സ്വഭാവങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടത് ആവശ്യമാണ്. അതിനോട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ്, എന്നാൽ ഈ സ്വഭാവത്തെ കളയുന്നതിനേക്കാൾ പ്രയാസമുള്ള മറ്റൊരു കാര്യമാണ് പുതിയ സ്വഭാവങ്ങൾ ആർജിക്കുന്നത്. പുതിയ സ്വഭാവങ്ങൾ ആർജിക്കാൻ നിറയെ പേർക്ക് താല്പര്യമില്ല. പുതിയ സ്വഭാവങ്ങൾ, ഹാബിറ്റ്സ് എന്ന് നമ്മൾ പറയുമല്ലോ, അത് ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ, കാരണം പുതിയ സ്വഭാവങ്ങൾ ആർജിക്കണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി മെനക്കെടണം, സമയം ചിലവഴിക്കണം, അതിനുവേണ്ടി പുതിയ കോഴ്സുകൾ പഠിക്കേണ്ടി വരും, പുതിയ ആൾക്കാരോട് ചോദിക്കേണ്ടി വരും, കുറേ സമയം ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെ ഒരുപാട് പേർക്ക് പ്രയാസമാണ്. സമയം നിങ്ങൾ ത്യജിക്കുവാനായിട്ട്, ഈ കാര്യങ്ങൾക്ക് വേണ്ടി ത്യജിക്കുവാനായി തയ്യാറാകണം. മറ്റൊരു ത്യാഗമെന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയാണ്. നല്ല ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കുകയുള്ളൂ. ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടായിരുന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യണം. വ്യായാമം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും, കുറേ കാര്യങ്ങൾ നിങ്ങൾ ത്യജിക്കേണ്ടി വരും. അടുത്ത കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചില വിവരങ്ങൾ നിങ്ങൾ നേടേണ്ടി വരും. കാരണം നിങ്ങളുടെ പുതിയ മേഖലയിൽ, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന മേഖലയിൽ കൂടുതൽ എക്സ്പെർട്ട് ആവണമെങ്കിൽ, കൂടുതൽ കഴിവുറ്റയാളാകണമെങ്കിൽ, മറ്റേ ആളുകളെക്കാൾ ഉപരിയായി നിങ്ങൾ വളരണമെങ്കിൽ, ജീവിത വിജയത്തിൽ അതിൽ കൂടെ നിങ്ങൾക്ക് നേടണമെങ്കിൽ പുതിയ വിവരങ്ങൾ നിങ്ങൾ തേടേണ്ടി വരും. അതിനുവേണ്ടി ഒരുപാട് നിങ്ങൾ മെനക്കെടേണ്ടി വരും. അതിനോട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, പുതിയ വിവരങ്ങൾ തേടുന്നതിന് മുൻപ് പഴയ ആശയങ്ങൾ, ചിന്തകൾ, ശൈലികൾ, പ്രവർത്തനങ്ങൾ നിങ്ങൾ വിടേണ്ടി വരും. നിറയെ പേർക്ക് അത് പ്രയാസമാണ്. കാരണം അവർ ജീവിച്ചു വന്ന ശൈലികൾ,
ജീവിച്ചു വന്ന രീതികൾ, സ്വഭാവങ്ങൾ, പ്രവർത്തനങ്ങൾ അതൊക്കെ മാറ്റാനായിട്ട്, കാരണം ഇത്രയും വർഷമായിട്ട് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ശരീരത്തോട്, ജീവിതത്തോട് നമ്മളറിയാതെ തന്നെ നമ്മൾ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. നമുക്ക് ആ രീതിയിലാണ് ജീവിച്ച് പരിചയമുള്ളൂ. പക്ഷേ അതൊക്കെ മാറ്റിയാൽ മാത്രമേ, അതൊക്കെ ത്യജിക്കുവാൻ തയ്യാറായാൽ മാത്രമേ പുതിയ വിവരങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയുള്ളൂ. ഏറ്റവും അവസാനം എന്നാൽ ഏറ്റവും പ്രയാസമുള്ള ത്യജിക്കൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളുടെ വളർച്ചയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ വളർച്ച കൂടുമ്പോഴേക്കും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കുറേ പേർ, എല്ലാവരുമല്ല, കുറേ പേർ അങ്ങ് തുഴിഞ്ഞു പോകാൻ തുടങ്ങും. നമുക്ക് വളരെ പ്രയാസമായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് കരുതിയ, ഏറ്റവും അടുത്തവരെന്ന് കരുതിയ കുറേ ആൾക്കാർ നമ്മളെ വിട്ടുപോകും. കാരണം നമ്മുടെ വളർച്ച അവർക്ക് താങ്ങാനോ അതിനെ ഉൾക്കൊണ്ട് ജീവിക്കാനോ അവർക്ക് സാധിക്കാതെ പോകും. അപ്പോൾ അവർ നമ്മളെ വിട്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വിട്ടുപോകുമ്പോൾ അത് താങ്ങാനുള്ള ആ ത്യാഗം, മനസ്ഥിതി നമുക്ക് തീർച്ചയായും ഉണ്ടായി വരും. ചില ആൾക്കാർ ആ ഭാഗത്തെത്തുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷേ ആൾക്കാർ നമ്മൾ വിട്ടുപോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസം തോന്നും. ഒരിക്കലും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ജീവിതത്തിൻ്റെ വളർച്ചയിൽ അങ്ങനെയുള്ള ഒരു കാര്യം സംഭവിക്കും. ഒരുപാട് പേർ നമ്മളെ തള്ളിക്കളയുവാനായിട്ട്, നമ്മളെ ത്യജിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഈ ത്യാഗങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ, ഈ ത്യജിക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വളർച്ചയുണ്ടാകും, വിജയമുണ്ടാകും, നന്മയുണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഇപ്പോൾ കേട്ട കാര്യങ്ങളെല്ലാം നാം മനസ്സിലാക്കുകയും നമ്മുടെ പ്രവൃത്തിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമ്മുടെ കൊച്ചു കൂട്ടുകാർ ആഗ്രഹിച്ചിരുന്ന സെഗ്മെന്റിലോട്ട് പോവുകയാണ്. കുട്ടിയോളും ഞാനും. ഹലോ കൂട്ടുകാരെ, സുഖായിരിക്കുന്നല്ലോ? ഞാൻ നിങ്ങളുടെ മിക്കു. നമ്മൾ വീണ്ടും ഒരു പുതിയ കഥ പഠിക്കാനായിട്ട് പോവുകയാണ്. കഥ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് നിങ്ങളെല്ലാവരും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പുതിയ കഥ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കഥ ഒരു ചൈനീസ് കർഷകൻ്റെ കഥയാണ്. ചൈനയിലെ ഒരു കർഷകൻ്റെ കഥ. ആ ചൈനയിലെ ഒരു കർഷകൻ, അദ്ദേഹത്തിനൊരു മകനുണ്ടായിരുന്നു കേട്ടോ. ആ മകൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അദ്ദേഹം സന്തോഷത്തോടെ ഇങ്ങനെ കഴിയും. കൃഷികളെല്ലാം ഭംഗിയായി ചെയ്യും. അതിൻ്റെ വിളവെടുപ്പൊക്കെ എടുത്ത് അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതം ഭംഗിയായി നയിച്ചു വന്നു. അദ്ദേഹത്തിനൊരു കുതിര ഉണ്ടായിരുന്നു, ഒരു നല്ല സുന്ദരക്കുട്ടപ്പനായൊരു കുതിര. ആ കുതിര ഇങ്ങനെ അനുസരണയുള്ള കുതിരയായിരുന്നു. അപ്പോൾ ആ കുതിരയുടെ ഭംഗിയും നല്ല അനുസരണയും ഒക്കെ നാട്ടുകാർക്കെല്ലാം ഇഷ്ടമായിരുന്നു. ഒരു ദിവസം എന്തു സംഭവിച്ചെന്നറിയില്ല, ഈ കുതിര കാട്ടിലേക്ക് ഓടിപ്പോയപ്പോൾ ജനങ്ങളെല്ലാം പറഞ്ഞു, അയ്യോ എന്തൊരു കഷ്ടമാണ്, ആ മനുഷ്യൻ്റെ സ്നേഹമുള്ള കുതിര, നല്ല ഭംഗിയുള്ള കുതിര, ചന്തമുള്ള കുതിര, അത് അദ്ദേഹത്തെ വിട്ട് ഓടിപ്പോയി, വളരെ കഷ്ടമായിപ്പോയി. അപ്പോൾ കർഷകനും മകനും ഒന്നും മിണ്ടിയില്ല, ആരോടും പരിഭവം പറഞ്ഞില്ല. വിഷമങ്ങൾ അദ്ദേഹം ഇങ്ങനെയെല്ലാം ഉള്ളിലൊതുക്കി അദ്ദേഹം തൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓടിപ്പോയ കുതിര വേറെ കുറച്ച് കുതിരകളുമായിട്ട്, കാട്ടിലുള്ള കുറച്ച് കുതിരകളുമായിട്ട് തിരികെ വന്നു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ആഹാ എത്ര ഭാഗ്യവാനാണ് അദ്ദേഹം, അദ്ദേഹത്തിന് ഓടിപ്പോയ കുതിര ഇതാ വേറെ കുറേ കുതിരകളുമായിട്ട് വന്നിരിക്കുന്നു. അപ്പോഴും ജനങ്ങളിങ്ങനെ പുകഴ്ത്തിയപ്പോഴും അദ്ദേഹം അവരോടൊന്നും അഹങ്കരിക്കാനോ അഹംഭാവം കാണിക്കാനോ ഒന്നിനും പോയില്ല. അദ്ദേഹവും മകനും ഈ കുതിരകളെയൊക്കെ പരിപാലിച്ച് മുമ്പോട്ട് പോയി. ഒരു ദിവസം ഈ കാട്ടിൽ നിന്നും വന്ന കുതിരകളെ മെരുക്കി പരിപാലിക്കുന്ന സമയത്ത്, അവയെ പരിശീലിപ്പിക്കുന്ന സമയത്ത് ഒരു കുതിരയുടെ പുറത്തു നിന്നും ഈ മകൻ താഴെ വീണു. അദ്ദേഹത്തിൻ്റെ കാലൊടിഞ്ഞു. അപ്പോൾ തനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു മകൻ, ആ മകൻ്റെ കാലൊടിഞ്ഞു. ജനങ്ങൾ പറഞ്ഞു, എത്ര നിർഭാഗ്യവാനാണ് അദ്ദേഹം, എത്ര ഭാഗ്യദോഷമാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇതാ തൻ്റെ ഏക മകൻ്റെ കാല് ഒടിഞ്ഞുപോയി, ഇനി എന്ത് ജീവിതമാണ് അവന്, ഇദ്ദേഹത്തിന് ഇനി എന്ത് പ്രതീക്ഷയാണ്. അങ്ങനെ സങ്കടങ്ങൾ പറഞ്ഞപ്പോഴും അന്നും അദ്ദേഹം ആരോടും പരിഭവിക്കാനോ സങ്കടപ്പെട്ട് നടക്കാനോ പോയില്ല. അദ്ദേഹം തൻ്റെ ജോലി ഭംഗിയായി ചെയ്ത് ഈ മകൻ്റെ രോഗത്തെയൊക്കെ പരിചരിച്ച് മുമ്പോട്ട് പോയി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ പട്ടാളത്തിൽ, അവിടുത്തെ രാജ്യത്തിലൊരു യുദ്ധം, ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് പട്ടാളത്തിൽ ചേർക്കുവാൻ നിർബന്ധിച്ച്
യുവാക്കളെ, ആരോഗ്യമുള്ള യുവാക്കളെ പിടിച്ചു കൊണ്ടുപോയി വീടുകളിൽ നിന്നും. അപ്പോൾ ഓരോ വീടുകളിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന യുവാക്കളെ നിർബന്ധിച്ച് പട്ടാളത്തിൽ ചേർത്തു. അപ്പോൾ ജനങ്ങളെല്ലാം കരയുകയാണ്. അപ്പനും അമ്മയും ഒക്കെ അവിടെ മക്കളെ ചൊല്ലി, എന്താണ്, പട്ടാളത്തിൽ ചേർത്ത് യുദ്ധത്തിന് കൊണ്ടുപോവുകയാണ്, എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അവരെല്ലാം മരണപ്പെട്ടു പോകും. അപ്പോൾ തങ്ങളുടെ മക്കളെ ചൊല്ലി ഇങ്ങനെ കരയുന്നു. പക്ഷേ ഈ കർഷകൻ്റെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ കാലൊടിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് അവനെ കൊണ്ടുപോയില്ല. അപ്പോഴും ജനങ്ങൾ പറഞ്ഞു, എത്ര ഭാഗ്യമാണ് അദ്ദേഹത്തിനുണ്ടായിരിക്കുന്നത്, ആ മകൻ്റെ കാല് ഒടിഞ്ഞതുകൊണ്ട് അവനെ നഷ്ടപ്പെട്ടില്ല ഈ പിതാവിന്. അന്നും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇദ്ദേഹത്തിന് നന്മയുണ്ടായപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തിന്മയുണ്ടായപ്പോഴും, അപ്പോൾ സന്തോഷമുണ്ടായ സമയത്തും സങ്കടമുണ്ടായ സമയത്തും, അതാണ് നന്മയും തിന്മയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഈ സന്തോഷമുണ്ടായ സമയത്തും സങ്കടമുണ്ടായ സമയത്തും അദ്ദേഹം ദൈവത്തോട് പിറുപിറുക്കുകയോ ജനത്തോട് പിറുപിറുക്കുകയോ പരിഹസിക്കുകയോ പരിഭവിക്കുകയോ വിഷമം വിചാരിക്കുകയോ ഒന്നും ചെയ്യാതെ ദൈവത്തോട് നന്ദി പറഞ്ഞു അദ്ദേഹം ജീവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ എത്ര സന്തോഷമുള്ള കാര്യമുണ്ടായാലും എത്ര സങ്കടമുള്ള കാര്യങ്ങൾ വന്നാലും നമ്മൾ തളർന്നു പോകരുത്, ദൈവത്തോട് പിറുപിറുക്കരുത്, ദൈവത്തോട് നമ്മൾ എതിര് പറയരുത്. നല്ല മക്കളായി ജീവിക്കണം, നന്ദിയുള്ള മക്കളായി ജീവിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ. സ്വർഗസ്ഥ പ്രോഗ്രാമിൻ്റെ അവസാനത്തെ സെഗ്മെൻറ്റ് ദൈവസന്നിധി. നാം ഏവരും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും ആയിരിക്കുക. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രതമായ നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, പ്രിയപ്പെട്ടവരുടെ കർത്താവെ, ഓരോരുത്തരുടെയും നിൻ്റെ ആവശ്യങ്ങളെ നിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാനായി കടന്നു പോകുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബുദ്ധിയും ജ്ഞാനവും കർത്താവ് അവർക്ക് നൽകി അവരെ ബുദ്ധിമാനായി കർത്താവെ പഠിത്തത്തിൽ ഏറ്റവും മികച്ച നിലയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം നീ അവിടെ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ പഠിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും നീ അവർക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്യാപകരെ നിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ കർത്താവെ നല്ല ശിക്ഷ വളർത്തുവാൻ തക്കവണ്ണം നീ അവിടെ ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിദ്യാർത്ഥികൾ തമ്മിൽ ഐക്യവും സ്നേഹവും ഒത്തൊരുമയും കർത്താവെ അവിടെ ഉള്ളങ്ങളിൽ നൽകി അവിടെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരും കർത്താവെ തമ്മിൽ കലഹിക്കാതെ, കർത്താവെ പ്രശ്നങ്ങളുണ്ടാക്കാതെ, കർത്താവ് എല്ലാവരും ശാന്തരായി സമാധാനപരമായി ഇരിപ്പാൻ തക്കവണ്ണം നീ അവിടുന്ന് കൃപ നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം ഏറ്റവും അനുഗ്രഹമായി ഇരിപ്പാൻ തക്കവണ്ണം നീ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായെന്ന് കരുതുന്നു. ഇത് ശ്രവിച്ച എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉത്തരങ്ങളും ഞങ്ങളെ അറിയിക്കുക. Our new address, Christian Media Center, number 105, Pantheon Road, 2nd floor, Egmore, opposite to Egmore Museum, Chennai, 600008. Our phone number 044 2432 0488.